പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി CPM-ന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള അൻസാറാണ് നമ്മോടൊപ്പം. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി, എങ്ങനെയായി? തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1-ാം ഘട്ടം എല്ലാ വീടുകളും എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ 2-ാം ഘട്ടം ഇങ്ങനെ ഏകദേശം ആയി തുടങ്ങി. ആ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് ഒരു ഇതൊക്കെ ആയി തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം തുടങ്ങാൻ പോവുകയാണ്. നേരത്തെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ആയിരുന്നല്ലോ, ഇപ്പോൾ രണ്ടാമതൊരു മത്സര രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള മാറ്റങ്ങൾ, മുമ്പുണ്ടായിരുന്ന പ്രചരണവും ഇപ്പോൾ ഉണ്ടാകുന്ന പ്രചരണവും തമ്മിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ടൈമിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ആളുകളെ പ്രത്യേകിച്ച് തന്നെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നിലവിലില്ല. അതുപോലെ തന്നെ അന്ന് നടപ്പാക്കി ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാവരും അത്തരത്തിലൊരു വികസനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഭീതിയില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഈ 7-ാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാർഡിൽ താങ്കൾ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ ക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത്. അത് എത്തിക്കാനുള്ള പ്രവർത്തനം പ്രധാനമായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ റോഡുകളും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമവും നടത്തും. പിന്നെ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു അംഗൻവാടി കൊണ്ടുവന്നിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും പുതിയതായ പദ്ധതികൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തും. അത് പ്രധാനമായിട്ട് അതിനാവശ്യം ഭൂമി ലഭ്യമാവുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള ഒരു പരിശ്രമം ഉണ്ടാവും. അതുപോലെ തന്നെ കഴിഞ്ഞ ടൈമിൽ മെമ്പർ എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം എല്ലാ സമയത്തും നിലനിന്നിരുന്നു. ആ രൂപത്തിൽ തന്നെ ഇനി എന്നെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളോടൊപ്പം എല്ലാ സമയത്തും ഉണ്ടാവും. അവരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും എൻ്റെ പങ്കാളിത്തം, സാന്നിധ്യം ഉണ്ടാവും എന്ന് അവർക്ക് ഉറപ്പ് നൽകുന്നു ഈ അവസരത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നല്ലവരായ വോട്ടർമാരെ എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. അവർ ഈ വോട്ടവകാശം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് എന്നെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും നിലവിലില്ല. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 7-ാം വാർഡ് കൊഴപ്പുള്ളിക്കുന്നിലെ UDF സ്ഥാനാർത്ഥി ഷബീദാണ് നമ്മോടൊപ്പം ഉള്ളത്. മുസ്ലിം ലീഗിന്റെ നേതാവും വിദ്യാഭ്യാസ രംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഷബീദ് നമ്മോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു? വളരെ സുഖകരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തോളം പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 7-ാം വാർഡിൽ യാതൊരു വിധത്തിലുള്ള വികസനവും ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് അഴിമതി വിരുദ്ധമായിട്ടുള്ളൊരു ഭരണത്തിൻ്റെ വികാരം അറിയിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പായിട്ട് അവർ കാണുന്നത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ, 1-ാം ഘട്ടം പൂർത്തിയായോ അതോ ഏതുവരെയായി, എങ്ങനെ? പ്രചരണ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SIR-ൻ്റെ ഒരു ഫോമിൻ്റെ കാര്യങ്ങളുമായിട്ട് ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ ഫോം പൂരിപ്പിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തി അവരോടൊപ്പം നിന്ന് ഇപ്പോൾ ഇതാ പ്രചരണ പ്രവർത്തനങ്ങളുമായി ഒരു ഘട്ടം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നേരത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളാണ്, ശക്തനാണ്. ആ ഒരു മത്സരത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഒരിക്കലും അത് വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക, അവരുടെ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഈ വാർഡിൽ നിന്നൊരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വാർഡിൽ നിങ്ങൾ എന്തൊക്കെ പദ്ധതികളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു വിഷയം? അതിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മത്സര രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു
മത്സരിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ട ഒരു വിഷൻ ഉണ്ടായിരുന്നു. കാരണം ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാരിത്യപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് എൻ്റെ നാട്ടുകാരുടെ സഹായ സഹകരണത്തോടൊക്കെ കൂടെ എന്നും അവരോടൊപ്പം നിൽക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ എല്ലാം സപ്പോർട്ട് എനിക്കുണ്ടാകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ വാർഡിൽ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കാണുന്നത് താഴെ ഘട്ടത്തിലുള്ള കുട്ടികൾ മുതലുള്ള അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രോത്സാഹനം മുതൽ വാർദ്ധക്യപരമായിട്ടുള്ള ആളുകൾക്ക് വരെയായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട്. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രോത്സാഹനം. ഇപ്പോൾ നിലവിൽ ഞാൻ പട്ടേരി സ്കൂളിലെ ഒരു PTA പ്രസിഡൻ്റാണ്. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കവിടെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വളർന്നു വരുന്ന ഒരുപാട് യുവാക്കൾ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ കൗമാരപ്രായക്കാരുണ്ട്. അവർക്ക് ആ ഒരു വാർഡിൽ അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ആ സ്പോർട്സിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും ഇക്കണ്ട കാലമായിട്ട് നമ്മളുടെ പെരുമ്പടപ്പ് പഞ്ചായത്തിൽ തന്നെ ആയിട്ടില്ല. അതിലൊക്കെ ഒരു മാറ്റം നിന്ന് അവരോടൊപ്പം നിന്നിട്ട് ഒരു ഫുൾ ടൈം, അതായത് കുട്ടികൾക്ക് എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ലഹരിയിൽ നിന്നൊക്കെ മാറി നിന്ന് ലഹരി സ്പോർട്സാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിന് നമ്മളുടെ വാർഡിൽ, നമ്മളുടെ ആ ഒരു പ്രദേശത്ത് അവർക്ക് കളിക്കാനുള്ളൊരു ഏത് സമയത്തും കളിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ളത് എൻ്റെ ആദ്യമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആ വാർഡിൽ ഒരുപാട് കുളങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊരു കഴിഞ്ഞ കുറച്ച് മുന്നേ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്, ശുദ്ധീകരിച്ചിട്ട് ആളുകൾക്ക് കുളിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഞങ്ങളൊക്കെ മുൻകൈ എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. കുളത്തെ നവീകരിച്ച് സായാഹ്നങ്ങളിലൊരു വിശ്രമ സ്ഥലമാക്കി മാറ്റണം എന്നുള്ളതും ഒരു ആഗ്രഹമാണ്. അത് നമ്മളുടെ ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പല ആളുകളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ വാർഡിലെ മെമ്പർ ആവുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.